പരിശുദ്ധമായ കൃപാസനം അൾത്താരയിൽ സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുവദിച്ച ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഷിജി പി അനന്യാസ്. ഇതെൻ്റെ ചേച്ചി ജെസ്സി. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2018 ഡിസംബറിലാണ്. ഒരു പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി, പിന്നെ ഞാൻ ഉടമ്പടിയിലേക്ക് വന്നില്ലായിരുന്നു, പ്രെയർ മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2019 ഡിസംബർ അവസാനമായപ്പോഴേക്കും എനിക്കൊരു പനി വന്നു. ആദ്യം പാരസെറ്റമോളൊക്കെ കഴിച്ചു, പിന്നെ പനി കുറയാതെ ഓറൽ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് വീണ്ടും പനി കുറയാതെ ഞാൻ അഡ്മിറ്റായി, ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ടും പനി കുറയുന്നുണ്ടായിരുന്നില്ല. പനി എപ്പോഴും 101, 102 ഡിഗ്രിയുടെ ഇടയിൽ തന്നെയായിരുന്നു. ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസൊക്കെ ചെയ്തു, അതെല്ലാം നോർമലായിരുന്നു. CT, ചെസ്റ്റ്, കോൺട്രാസ്റ്റ്, MRI, അബ്ഡോമൻ, ANA പ്രൊഫൈല്, TB ഹോസ്പിറ്റലിൽ കൺസൾട്ടേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് എന്നെ അവർ അമൃത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്നപ്പോൾ അഡ്മിഷനായാൽ മാത്രമേ അവർക്ക് ഫീവർ പാറ്റേൺ ഒബ്സർവ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അഡ്മിഷനാവാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ പിന്നീട് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നും ഡോക്ടർ എല്ലാ റിപ്പോർട്ട് നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, എന്താണ് ഫീവറിൻ്റെ കോസ് എന്ന് പറഞ്ഞു. ENT ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ചെറിയൊരു സൈനസൈറ്റിസ് പോലെ തോന്നിയുകൊണ്ട് CT, PNSും നേസൽ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്തു. അതിലും പ്രത്യേകിച്ച് അത്രയും ഫീവർ ഉണ്ടാകാനുള്ളൊരു കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് തന്നെ തന്ന്, പിന്നെ HIV, HBS, HCV കൂടി ചെയ്തു, അതും നെഗറ്റീവായിരുന്നു. പിന്നെ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്കും കുറച്ച് മെഡിസിനൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊരു തീരുമാനമെടുത്തു, ഈ മെഡിസിൻ കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്തുകൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞാനത് കഴിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടെ കൃപാസനത്തിലേക്കാണ് വന്നത്. അന്ന് ഇവിടെ വരുമ്പോൾ ഈ മാതാവിൻ്റെ അടുത്ത് നമുക്ക് കയറി പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ എൻ്റെ മെഡിസിൻ്റെ കവറ് അവിടെ വെച്ച് മാതാവിനെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോസഫ് അച്ഛൻ അവിടെ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടു. ഞാൻ വേഗം അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു എന്താണ് പറ്റിയതെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ എന്നോട് അവിടെ മുട്ടുത്തി നിൽക്കാൻ ആവശ്യപ്പെട്ടു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് നീ ഉടമ്പടിയിലേക്ക് തിരിച്ചു വായോ, മാതാവ് നിന്നെ വിളിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്നൊന്നും അച്ഛൻ എന്നോടൊന്നും ചോദിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാൻ തന്നെ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മെഡിസിനൊക്കെ കഴിച്ചു തുടങ്ങി. പിന്നെ എൻ്റെ പനി കുറയാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞ് റിവ്യൂവിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വേറെ മെഡിസിനൊന്നും വേണ്ട, എന്താണ് കാരണം എന്ന് മനസ്സിലായാലും ഇപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ഞാൻ ഉടമ്പടി വന്ന് പുതുക്കുകയും ചെയ്തു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഈ നിൽക്കുന്നത് എൻ്റെ ചേച്ചിയാണ്. ചേച്ചി ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്.